ലക്ഷത്തിൽ നിന്ന് തിരിച്ചിറങ്ങി സ്വർണ്ണവില. പവൻ ഒറ്റയടിക്ക് കുറഞ്ഞത് 2240 രൂപ. പവൻ വില 99,880 രൂപയിലെത്തി. ഇന്നലെ മാത്രം 4 തവണയാണ് വിലയിൽ കുറവുണ്ടായത്. സ്വർണ്ണ വിപണിയിൽ ഷോക്ക്. വിലയിടിഞ്ഞു വീഴുന്നു. സ്വർണം വീണ്ടും 5 അക്കത്തിലേക്ക് താഴ്ന്നുവെന്ന ആശ്വാസ വാർത്തയാണ് പുറത്തുവരുന്നത്. സ്വർണ്ണവിലയിലുണ്ടായ ഇടിവ് വിവാഹ ആവശ്യക്കാർക്കും ആഭരണ പ്രേമികൾക്കും ആശ്വാസം നൽകുന്ന ഒന്നാണ്. വിലയിൽ ഇനിയും വർധനവുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇടിവും തുടർന്നും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഉപഭോക്താക്കളുടെ സംശയവും ചോദ്യവും. അതെ, സർവകാല റെക്കോർഡ് ഭേദിച്ചുള്ള കുതിപ്പിനിടെ ഉണ്ടായ വിലയിടിവ് ശരിക്കും പറഞ്ഞാൽ ആഭരണ പ്രേമികൾക്ക് പ്രതീക്ഷയും നിക്ഷേപകർക്ക് നിരാശയും സമ്മാനിക്കുന്ന ഒന്നാണ്. ഇന്ന് സ്വർണ്ണവില ഇടിഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. ആഗോള വിപണിയുടെ ചുവടുപിടിച്ച് കേരളത്തിലും വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയ സ്വർണ്ണവിലയാണ് താഴേക്ക് കുതിക്കുന്നത്. ഡിസംബർ 27-ന് സർവകാല റെക്കോർഡായ 1,04,440 രൂപയിലെത്തിയ പവൻ വില അതിനുശേഷം താഴുന്ന പ്രവണതയാണ് കാണുന്നത്. ആഗോളതലത്തിൽ ലാഭമെടുപ്പിലേക്ക് നിക്ഷേപകർ മാറിയതാണ് ഒരു പവനിൽ 5,000 രൂപയ്ക്കടുത്ത് കുറയാൻ വഴിയൊരുക്കിയതും. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 12,485 രൂപയാണ്. 265 രൂപയുടെ കുറവാണ് ഗ്രാമിൽ രേഖപ്പെടുത്തുന്നത്. 1 പവൻ സ്വർണത്തിന് 99,880 രൂപയിലേക്കും എത്തി. 1 പവൻ സ്വർണത്തിന് 2,120 രൂപയാണ് കുറഞ്ഞത്. ഇന്നത്തെ 1 പവൻ സ്വർണത്തിന്റെ വില 99,880 രൂപയാണ്. സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നവർ വൻതോതിൽ വിറ്റഴിക്കൽ നടത്തുന്നത് വിപണിയിലേക്ക് കൂടുതൽ ചരക്ക് എത്തിക്കുന്നുണ്ട്. ഇത് വില താഴുന്നതിനിടയാക്കിയെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഡോളറിനെതിരെ രൂപ കരുത്താർജിച്ചതും ഇന്ത്യയിലെ വിലയെ സ്വാധീനിച്ചുവെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഡിസംബർ 1-ന് സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 90,680 രൂപയായിരുന്നു. ഡിസംബർ 23-നാണ് വില ആദ്യമായി 1 ലക്ഷം തൊട്ടത്. ആഗോളതലത്തിൽ കൂടുതൽ സംഘർഷങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇതും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കയറ്റത്തിന് വഴിയൊരുക്കിയേക്കാമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിലും വെനസ്വേലയിലും ഇറാനുമെതിരെ യുഎസിന്റെ ഭീഷണി വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1,10,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. എന്നാൽ ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകുമെന്നും ഓർക്കണം. ഇത് സ്വർണ്ണവിലയിലും പ്രതിഫലിക്കും. എന്തായാലും തുടർച്ചയായ വർധനവിന് ശേഷമുള്ള ഈ ഇടിവ് സ്വർണ്ണപ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.